അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, ഇന്ന് നാം പറയാൻ പോകുന്നത് ഗാസയിൽ നിന്നുള്ള ഒരു അത്ഭുത കഥയാണ്, ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച്. ഈ കഥ നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷ നൽകും. ഗാസയിലെ ഒരു നാട്ടിൽ അബൂ ഖാലിദ് എന്നൊരു മനുഷ്യനും അവൻ്റെ ഭാര്യ ഉമ്മു ഖാലിദും ജീവിച്ചു. അവർക്ക് 7 വയസ്സുള്ള ഒരു കൊച്ചു മോളുണ്ടായിരുന്നു, ലൈല. പൈസയില്ലെങ്കിലും അവര് സന്തോഷമായി കഴിഞ്ഞു. പക്ഷേ ലൈലയ്ക്ക് ഒരു കഠിന രോഗം വന്നു. ഗാസയിൽ മരുന്ന് കിട്ടാൻ പ്രയാസമായിരുന്നു. അവർ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒരു ദിവസം ലൈലയുടെ നില മോശമായി. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ലൈല അവരുടെ കയ്യിൽ കിടന്ന് ശ്വാസം വിട്ടു. അബൂ ഖാലിദിന്റെയും ഉമ്മു ഖാലിദിന്റെയും ലോകം ഇരുണ്ടു. നാട്ടുകാർ വന്നു ലൈലയെ അടക്കാൻ ഒരുങ്ങി. അബൂ ഖാലിദ് മോളുടെ ചെറിയ ശവപ്പെട്ടി പിടിച്ചു നിന്നു. ഉമ്മു ഖാലിദ് കരഞ്ഞു. പക്ഷേ ശവപ്പെട്ടി കുഴിയിലേക്ക് ഇറക്കുമ്പോൾ ഒരു കുഞ്ഞ് ശബ്ദം കേട്ടു, ആരോ മൂളുന്ന പോലെ. ആദ്യം എല്ലാരും ഞെട്ടി, ഇത് തോന്നലാണോ എന്ന് ചിന്തിച്ചു. പക്ഷേ ശബ്ദം വീണ്ടും വന്നപ്പോൾ എല്ലാവരുടെയും ഹൃദയം ഇടിച്ചു. അബൂ ഖാലിദ് ശവപ്പെട്ടി തുറന്നു. അവിടെ കണ്ടത് ലൈല ജീവനോടെ. അവൾ പതിയെ കണ്ണു തുറന്നു. ദുർബലയായിരുന്നെങ്കിലും ശ്വാസം വിട്ടിരുന്നു. അബൂ ഖാലിദ് സന്തോഷം കൊണ്ട് കരഞ്ഞു, മോളെ കെട്ടിപ്പിടിച്ചു. ലൈലയെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവൾ പതിയെ സുഖം വീണ്ടെടുത്തു. പിന്നീട് ലൈല വളർന്നപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ശവപ്പെട്ടിയിൽ കിടക്കുമ്പോൾ ഒരു വെള്ള നൂർ കണ്ടു. ഒരു ശബ്ദം പറഞ്ഞു, നിന്റെ ജോലി തീർന്നില്ല, തിരിച്ചുപോ. ഈ കഥ ഗാസയിൽ പടർന്നു. ഇന്ന് ലൈല ഒരു പ്രതീക്ഷയുടെ ചിഹ്നമാണ്. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായി ഗസയിൽ ഇതറിയപ്പെട്ടു. പലരുടെയും വിശ്വാസങ്ങളെ കൂടുതൽ ദൃഢത ഇല്ലാതാക്കാൻ ഈ സംഭവം കാരണമായി എന്ന് പറയപ്പെടുന്നു. സുഹൃത്തുക്കളെ, ഈ കഥ നിന്റെ മനസ്സിൽ എന്താണ് തോന്നിയത്? ഗാസയിലെ ഈ സംഭവം ഒരുപാട് പേര് പറയുന്നുണ്ട്. ഓൺലൈനിലും കെക്സിലും ചർച്ചയായിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ നിന്റെ ഉള്ളിൽ എന്തു തോന്നി? കമന്റിൽ പറയണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിക്കാൻ മറക്കല്ലേ. അല്ലാഹു നമ്മളെ എല്ലാവരെയും കാത്തോളട്ടെ. അസ്സലാമു അലൈക്കും.